ഈ ഒരു പോയിന്റുമായിട്ടാണ് അഭിജിത്തിനോട് എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഒരു വിയോജിപ്പുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ ഇതിനകത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണമല്ലോ. ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇന്ന നിയമപ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന പാകപ്പിഴവുകൾ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞവാ നിങ്ങൾക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യും, 100% നിങ്ങൾക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളവള ഡയലോഗ് ചെയ്യും, വല്ലതും പറയാനുണ്ടോ കറക്റ്റ് കാര്യമായിട്ട്. റീപർച്ചേസ് എന്നുള്ള പരിപാടി ഇതിനകത്ത് നടക്കുന്നതുകൊണ്ടാണ് ഈ കമ്പനി എല്ലാം. പിന്നെ ഇപ്പൊ ഇൻഡസ്ട്രി പറയുന്നത് 2.5 ലക്ഷം രൂപ ആഴ്ചയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. 2.5 ലക്ഷം രൂപ എങ്ങനെ കിട്ടും? ഒരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തുകയാണ് 2.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. എങ്ങനെ കൊടുക്കും? നീ MLM എന്താണെന്നെങ്കിലും പറയടാ, വെറുതെ എന്തേലും തട്ടിവിടാതെ. ഇതല്ല, അഭിജിത്ത് മുമ്പ് ഒരു കോമഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു റിയാക്ഷൻ പോലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് MLM എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു. പക്ഷെ MLM-നെ പറ്റിയിട്ടൊക്കെ പഠിച്ചും പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചത്, പക്ഷെ വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈമല്ല, ഒരു മൂഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുമാതിരി ക്ഷീണമൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഇന്നലെ സൈറ്റിലിരുന്ന് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടൊരു വീഡിയോ ആണ്. അഭിജിത്ത് MLM-നെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ ഇതിനകത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഈ കോമഡി വീഡിയോ കൂടെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയെ പറ്റി പരാമർശിച്ചിട്ട് നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം അഭിജിത്തിന് പറയാനുള്ള എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് കേൾക്കാം. MLM എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പിരമിഡ് സ്കീം എന്താണെന്ന് അറിയാം. പിരമിഡ് സ്കീം അഥവാ പഴയ മണി ചെയിൻ എന്താണെന്ന് വെച്ചാൽ ഒരു പിരമിഡ് മാതൃകയിൽ ആൾക്കാരെ ചേർക്കുകയാണ്. പൈസ വാങ്ങിയിട്ട്, അതായത് ആദ്യം തുടങ്ങുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഒരു കമ്മീഷനാണ് അയാളുടെ വരുമാനം. ഇനി ഇയാൾ ചേർത്ത ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ അവരും ഇതുപോലെ പൈസ വാങ്ങി അവരെ താഴെ ആൾക്കാരെ ചേർക്കണം. പുതുതായി ചേർന്ന ആൾക്കാരുടെ പൈസ ഇരുന്ന ഒരു കമ്മീഷൻ അവരെ ചേർത്തവർക്കും പോകും, അവർക്ക് മുകളിലുള്ളവർക്കും പോകും, അങ്ങ് ടോപ്പ് വരെ പോകും. പിരമിഡ് സ്കീമുകൾ പക്ക തട്ടിപ്പാണ്. ഒരു വിധത്തിലും ഇതുപോലത്തെ സ്കീമുകൾ അധികാരം ഓടില്ല. കാരണം ഇതിലൊക്കെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് പുതിയ ആൾക്കാർ പൈസ കൊണ്ട് വരുമ്പോഴാണ്. അത് ലെവലെത്തുമ്പോൾ നിൽക്കും, ഒറ്റയടിക്ക് എല്ലാം പൂട്ടി കിട്ടും. മോറിസ് കോയിൻ കേരളത്തിൽ ഒരു കാലത്ത് പോപ്പുലർ ആയിരുന്നു പൂട്ടിപ്പോയ പിരമിഡ് സ്കീമുകളാണ്. പിരമിഡ് സ്കീമുകൾ ഇന്ത്യൻ ബാൻഡാണ്. MLM അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിനൊരു പിൻഗാമിയായിട്ട് വന്നതാണ്. ഒരു പിരമിഡ് സ്കീമിലോട്ട് പൈസയ്ക്ക് വരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ അത് MLM സ്കീമായി. ഈ ഒരു പറഞ്ഞ കാര്യം ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് ഒരു പിരമിഡ് സ്കീമിനകത്ത് നമ്മൾ ഒരു പ്രോഡക്റ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് MLM ആയി. ഇത് ഒരു പെർസ്പെക്റ്റീവാണ്, വൺ ഓഫ് ദ പെർസ്പെക്റ്റീവാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. MLM-ന് ഇനി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് ഇവൻ പറയുന്നില്ല. ഈ എന്താ വെച്ചാൽ ഒരുമാതിരി ചീപ്പ് പരിപാടിയാണ് ഇത് കാണിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് MLM-ന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഈ നേരത്തെ പറഞ്ഞ മണി ചെയിൻ കമ്പനികൾ, അതായത് നീ ഇത്ര രൂപ കൊടുത്ത് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നീ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, വലത്ത് സൈഡിലും ഇടത്ത് സൈഡിലും 2 പേരെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. അവര് വീണ്ടും 2 പേരെ ജോയിൻ ചെയ്യിപ്പിക്കും, അതിന്റെ താഴോട്ട് വീണ്ടും 2 പേരെ പോകും. നീ ഒന്നും പറയണ്ട, ഈ 2 പേരെ ജോയിൻ ചെയ്തിട്ട് നീ മിണ്ടാതിരുന്നാൽ നിനക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയും. അങ്ങനെ ഈ മണി റൊട്ടേഷനിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. ഈ സാധനത്തിന്റെ ഒരു വരവോട് കൂടിയാണ് MLM-ന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന എല്ലാം ഇതുപോലത്തെ പറ്റിപ്പ് പരിപാടിയാണെന്നൊരു എന്താ പറയുക, ഒരു മിഥ്യാധാരണയിലോട്ട് നമ്മളെല്ലാരും എത്തി. അപ്പോ അങ്ങനെ ഒരു ഹേറ്റ് ഉണ്ടായിരിക്കവേ ഈ ഹേറ്റ് ഇവന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവൻ യൂസ് ചെയ്തേ ഉള്ളൂ. അതായത് സ്വാഭാവികമായിട്ട് എനിക്ക് ഹേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ വേറെ ഒരാൾ പറയുന്നത് കേട്ട്, അതായത് അവനും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ പോയിന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണോ പറയുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഇവ റീച്ചിന് വേണ്ടിയിട്ട് വെറും ചീപ്പ് പരിപാടിയാണ് നീ കാണിക്കുന്നത്. റീച്ച് ഇല്ലാത്തവനല്ല ഇത്, ഞാൻ അങ്ങനെ പറയുന്നതല്ല. എൻ്റെ ചാനലിനെക്കാട്ടിലും എത്രയോ ഇരട്ടി റീച്ച് ഉള്ളവനാണ്. പക്ഷെ ഇവൻ ഈ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള റീച്ച് കൂട്ടാനുള്ള ചീപ്പ് പരിപാടിയാണ് കാണിച്ചത്. പക്ഷെ ഒരു കാര്യത്തിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് പറയണം. അഭിജിത്തിനെ പോലെ കാടടച്ച് വെടിവെക്കാൻ നമുക്ക് പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം നല്ലതെന്ന് തന്നെ പറഞ്ഞു പോകും, പക്ഷെ മോശം ആയി കഴിഞ്ഞാൽ മോശമെന്ന് തന്നെ പറയും. അതാണ് അഭിജിത്തും ഇപ്പൊ ഞാനും ചെയ്യുന്നതിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം.
സ്കീം എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഒരു MLM സ്കീം വർക്ക് ചെയ്യുന്നത്. പിരമിഡ് സ്കീമിൽ പൈസ കൊടുത്തിട്ടാണ് ചേരേണ്ടതെങ്കിൽ ഈ MLM സ്കീമുകളിലൊക്കെ ഒരു പ്രൊഡക്റ്റോ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റോ വാങ്ങിയിട്ട് വേണം ചേരാൻ. അങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങി നമ്മൾ ചേരുമ്പോൾ നമ്മളെ ചേർത്ത ആൾക്ക് അതിനുള്ള കമ്മീഷൻ ലഭിക്കും. ആ കമ്മീഷന്റെ ഒരു ഭാഗം അയാളുടെ മുകളിലുള്ള ആൾക്ക് ലഭിക്കും. ഇനി നമ്മൾക്ക് ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കണമെങ്കിൽ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പോയിന്റുമായിട്ടാണ് അഭിജിത്തിനോട് എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഒരു വിയോജിപ്പുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിജിത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങി അത് ജോയിൻ ചെയ്തിട്ട് പിന്നെ താഴോട്ട് ആളെ ചേർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ MLM കമ്പനിയിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചേ നമുക്ക് അത് ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ കൂടെ നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുള്ളൂ. ഒരു പ്രോഡക്റ്റ് ഞാൻ നേരിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 500 രൂപ കിട്ടുമെങ്കിൽ എൻ്റെ താഴേക്ക് വരുന്ന ഏതെങ്കിലും ഫ്രാഞ്ചൈസിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് 100 രൂപ എനിക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഞാൻ 500-ൽ പിടിക്കുമോ 100-ൽ പിടിക്കുമോ? ഞാനാണെങ്കിൽ 500-ലോട്ടേ നോക്കുള്ളൂ. അത് 500-ലോട്ട് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സെയിൽസ് കൂട്ടാൻ നോക്കും. സെയിൽസ് കൂട്ടിയിട്ട് വേണം ഒരു കമ്പനിയിൽ നിലനിന്ന് പോകാൻ. അല്ലാണ്ട് നമുക്ക് ഇതുപോലെ ഈ ആളെ ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടക്കാതെ ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവൻ ഈ പറയുന്ന വെറും പൊട്ടത്തരമാണ്. അതായത് ഇപ്പൊ ജെന്യൂൻ ആയിട്ട് നടക്കുന്ന എത്രയോ കമ്പനികളുണ്ടെന്ന് അറിയാം. ഞാനിത് വെറും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല. RCMനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പൊ ഇനി കറക്റ്റ് ആയിട്ട് എന്റെ പ്ലാൻ അറിയില്ല എന്നേ ഉള്ളൂ. ഒരു സ്റ്റോർ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പോകുന്ന പ്രോഡക്റ്റിന്റെ വോളിയത്തിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. ഇപ്പൊ താഴോട്ട് ആള് വന്നില്ലെങ്കിൽ പോലും സ്റ്റോറിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് തെറ്റാണ്. ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജോലി ചെയ്യണം, അതിനുള്ള മനസ്സ് വേണം. എല്ലാ MLM സ്കീമുകളുടെയും പുതിയ ആൾക്കാരെ ചേർക്കുന്നത് പലതും പറഞ്ഞ് പറ്റിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഫിജി കാട്ടിൽ ആളെ ചേർക്കുന്നത് ഒരു ഫ്രാഞ്ചൈസി എന്ന കമ്പനി അല്ലെങ്കിൽ FLPയിലുള്ള ആൾക്കാർ പറയുന്നത് ഒരു വർക്ക് ഫ്രം പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയാലായിരിക്കും ഇവർ പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓരോന്ന് പറഞ്ഞു പറ്റിച്ച് ആളെ ചേർത്ത് വേണം പൈസ ഉണ്ടാക്കാനെന്ന്. അതാണ് ഈ പറയുന്ന MLM സ്കീമിലൊക്കെ ഉള്ള ജോലി. MLM സ്കീംസ് പലതും ഇന്ത്യയിൽ ലീഗലായിട്ടാണ് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ കമ്പനികളൊക്കെ MLM അല്ല ഡയറക്ട് സെല്ലിംഗ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഡയറക്ട് സെല്ലിംഗ് ഗൈഡ്ലൈൻസ് ഉണ്ട്, പക്ഷെ ഒട്ടുമിക്ക MLM കമ്പനികളും ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. സൂക്ഷിക്കുക, ഇതുപോലത്തെ ഉടായ്പ സ്കീമുകളിൽ പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. അപ്പൊ ഇവൻ തന്നെ പറഞ്ഞു നിർത്തിയൊരു കാര്യമാണ്. അതായത് ഇപ്പൊ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഡയറക്ട് സെല്ലിങ്ങിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് അനുസരിക്കാതെയാണ് പല കമ്പനികളും പ്രവർത്തിക്കുന്നതെന്ന്. ഇവൻ ജെന്യൂൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഒരു ഗൈഡ് ലൈൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കണം. ഈ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഏതെങ്കിലും കമ്പനി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പഠിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും ശ്രമിക്കാതെ അഭിജിത്ത് ഇത്രയും പറഞ്ഞല്ല, അത് പല കമ്പനികളും ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താ അഭിജിത്ത്, ഇന്നതുപോലെയാണ് ഇന്ന കാര്യങ്ങളാണ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്, അത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചുരുക്കം കമ്പനികളിൽ എക്സാമ്പിൾ ഒരു കമ്പനി നിനക്ക് പറഞ്ഞൂടെ? എന്തുകൊണ്ട് നിനക്ക് പറയാൻ പറ്റുന്നില്ല? നിനക്ക് വേണ്ട വെറും പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി ഇല്ലാത്തവനല്ല നീ, പക്ഷെ നിനക്ക് വേണ്ട വെറും ചീപ്പ് റീച്ചിന് വേണ്ടി മാത്രമാണ് നീ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ പ്രീതിപ്പെടുത്തിയിട്ട് അങ്ങനെ ഉള്ളവരുടെ കുറെ റീച്ച് സമ്പാദിക്കുക. അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും അഭിജിത്ത് ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അത് മറ്റേ ഒരു പോയിന്റിൽ പകുതി വിഴുങ്ങിയിട്ട് ബാക്കി പകുതി മാത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവന് വേണ്ട കാര്യങ്ങൾ മാത്രം അവൻ പറയുന്നേ ഉള്ളൂ. കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്സ്, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുകയാണ്. എന്നെ ന്യായീകരണ തൊഴിലാളി എന്നുള്ള ടാഗില് അത് വർണ്ണിക്കാൻ വരുന്ന കുറെ സാറന്മാരുണ്ട്. എൻ്റെ പൊന്ന് സാറന്മാരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോസിലും 3 വർഷം മുമ്പ് ഞാനൊരു പബ്ലിക് ഡോക്യുമെന്റ് എടുത്തു വെച്ചിട്ട്, അതായത് കോടതി വിധി എടുത്തു വെച്ചിട്ട് ഇന്ന കാരണങ്ങളാണ് കമ്പനി ലീഗലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന ലീഗൽ സൈഡ് ഈ കമ്പനി പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തും പബ്ലിക് ഡോക്യുമെന്റ് എടുത്ത് വെച്ചിട്ട് ഇന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തും ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പൊ അഭിജിത്ത് സംസാരിച്ച പോലെ കാടടച്ച് വെടിവെക്കുകയല്ല ഞാൻ ചെയ്തത്. എല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പ്രൂഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ ഇതിനകത്ത് നീ ഈ പറഞ്ഞ കാര്യം ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, ഇന്ന നിയമപ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന പാകപ്പിഴവുകൾ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു വാ. നിങ്ങൾക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യും, 100% നിങ്ങൾക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച്
എനിക്കറിയാവുന്ന എൻ്റെ അറിവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അല്ല, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പകരം ഇന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇടും. ഇല്ല, വീഡിയോ ഇട്ടില്ല എന്ന് വെച്ചോ, നിങ്ങൾ പറയുന്ന ആ കമന്റിനകത്ത് ഇന്ന ഭാഗങ്ങൾ എനിക്ക് തെറ്റായി പോയി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് സമ്മതിക്കും. അതിനുള്ള മനസ്സെനിക്കുണ്ട്. അപ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളവള ഡയലോഗ് അടിക്കരുത്. വല്ലതും പറയാനുണ്ടോ കറക്റ്റ് കാര്യമായിട്ട് പറയണം. ഞാനത് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു കമന്റാണ്. കമന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പവനായി ഉണ്ടായിരുന്നേ. അപ്പൊ പവനായി വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റേ വെളുപ്പിക്കാൻ കൊട്ടേഷൻ എടുത്തതെന്നാണ് പറഞ്ഞത്. അവന് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് പോലും ഇല്ല. പവനായി എന്നുള്ള ഒരു പേരിലാണ് അവൻ വന്നത്. രാജ്ചേട്ടൻ, ക്യാപ്റ്റൻ രാജ്ചേട്ടന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് അവൻ വന്നിരുന്നത് കുണുകുണ ഡയലോഗ് അടിച്ചത്. അവന് കൃത്യമായ മറുപടി ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അവന് പിന്നീട് പറയാൻ മറുപടിയില്ല. അങ്ങനെ അതിനുശേഷം പിന്നീട് വന്ന ഒരു കമന്റാണ് ഫാദുൽ അലി എന്ന് പറയുന്ന ഒരു ഈ അവൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2022 ഫെബ്രുവരിയിൽ ഇൻഡസ്ട്രിക്കെതിരായിട്ട് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നതുപോലെ ഒരു ഫ്രോഡലന്റ് കേസ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും ആ പ്രസ് റിലീസ് നമുക്ക് നെറ്റിൽ കിട്ടും. ആ സാധനം എടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പൊട്ടനാണോ മണ്ടനാണോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പുന്നാര ഫാദുൽ അലി, അതിനുശേഷം 2022 ഫെബ്രുവരിക്ക് ശേഷമാണ് 2022 ജൂലൈയിൽ അതിന് വിധി വന്നത്. വിധി വരുമ്പോഴത്തേക്ക് കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനി പ്രവർത്തിക്കുന്ന പക്ക ലീഗലായിട്ടാണ്. പിന്നെ അതിന് മേലോട്ട് പിന്നെ ഈ വീണ്ടും അതിനെ എടുത്തു വെച്ചുകൊണ്ട് വരുന്ന നിന്റെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പക്ഷെ അത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ എടുത്ത വായി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ MLM എന്ന് പറയുന്നത് എല്ലാം തട്ടിപ്പ് മാത്രമാണ്, 100% തട്ടിപ്പാണ്, 10 രൂപയുടെ സാധനം കൊണ്ട് 1000 രൂപയ്ക്ക് വിറ്റിട്ട് കമ്മീഷൻ അടിക്കുന്ന പരിപാടിയാണ്. കമ്മീഷൻ അടിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു പരിപാടി വെറും ഉടായ്പാണെന്നുണ്ടെങ്കിൽ ദേണ്ടേ ഈ മനുഷ്യന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഞാൻ ഇങ്ങേരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇങ്ങേരുടെ എന്തെങ്കിലുമോ കാര്യം എടുത്തു വെച്ച് മറ്റേ പാടി പുകഴ്ത്താൻ വന്ന ഒരുത്തനോ അല്ല. ഇയാളുടെ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയവും വേറെയാണ്. ഞാൻ പുള്ളിക്കാരന്റെ രാഷ്ട്രീയത്തോട് ഒരു കാരണവശാലും യോജിപ്പുള്ള ഒരാളും അല്ല. പുള്ളിയുടെ വ്യക്തിപരമായിട്ടും അല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ടാണ് ഇയാളുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നത്. അപ്പോ ഇത് വന്നേക്കുന്ന മാഗസിന്റെ പേര് വിവാ വൈബ്സ് എന്നാണ്. ഒന്ന് നല്ലപോലെ കണ്ടോളാം കേട്ടാ. വിവാ വൈബ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പുറത്തിറക്കുന്ന അവരുടെ മാഗസിനാണ്. ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ NOC ഇല്ലാണ്ട് ഇതുപോലൊരു സാധനം ഇറക്കി വിടാൻ പറ്റൂല. അപ്പൊ ഈ പത്രികയുള്ള സാധനം 1000 രൂപയ്ക്ക് വിറ്റ് കമ്മീഷൻ എടുക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു NOC കിട്ടുമെന്ന് എനിക്ക് തോന്നണുണ്ടോ? പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 2025 ഫെബ്രുവരിയിൽ ഇപ്പോ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പറ്റിയിട്ട്, ഡയറക്ട് സെല്ലിംഗ് മെക്കാനിസത്തിന്റെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ ഇനോഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. മാത്രമല്ല, അന്ന് ഉണ്ടായിരുന്ന വ്യക്തിത്വങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇത് ഈ കാണുന്നത്. അന്നുണ്ടായിരുന്നത് നമ്മുടെ മന്ത്രി GR അനിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല CITUവിന്റെ പ്രസിഡന്റ്, അത് IITUC-യുടെ, പിന്നെ INTUC-യുടെ, BMSന്റെ എല്ലാത്തിനും പ്രസിഡന്റുമാരുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് IAS ഓഫീസർമാരുണ്ടായിരുന്നു. ഏകദേശം 5000 പേർക്ക് വേണ്ടിയിട്ട് ഒരു ക്രൗഡാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ഏകദേശം 12000-ന് മേലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് മറ്റേ ഉടായ്പ പരിപാടിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു സ്റ്റേറ്റ് ചെയ്യൂല. 2021 ഇന്ത്യ ഗൈഡ്ലൈൻസ് ഇറങ്ങി. മാത്രമല്ല അമേരിക്കയിൽ ഒരുപാട് കമ്പനികൾ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ, MLM കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്കണോമിക്ക് ഒരു മുതൽക്കൂട്ടാവും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു സംഭവത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ല വേറൊന്നും കൊണ്ടല്ല. ഇനി ഇതിൽ കൂടുതൽ നിന്റെ അടുത്ത് എനിക്ക് പറയാനില്ല. നിനക്കത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളത് നിന്റെ കാര്യം. എനിക്ക് ഇതിൽ കൂടുതൽ നിനക്കൊരു മറുപടി തരാനില്ല. പിന്നെ വേറൊരുത്തം വന്നിട്ടുള്ളത് ഒരു അൻസൽ PR. അവൻ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറെ കമ്പനികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ഈ പറയുന്ന പൊട്ടത്തരത്തിന് എനിക്കൊന്നും പറയാനില്ല. പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഭവം വേറെയാണ്. നമ്മളെ മെഡിക്കൽ, അതായത് നമുക്ക് ഇപ്പം ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി വേറെയാണ്. അത് നിനക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് പണ്ടേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ എവേ എന്നുള്ള കാര്യം. അത് പ്രിവെൻഷൻ ആണ്. അതായത് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഇത് രോഗത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നാണ് പറയുന്നത്. അതുപോലുള്ള ഒരു ആരോഗ്യം വരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇതുപോലത്തെ ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അത് നിനക്കിനി ഞാൻ എങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നല്ല ഭക്ഷണം കഴിക്കുന്നതും അസുഖം വരുമ്പോഴത്തേക്ക് മരുന്ന് കഴിക്കുന്നതും തമ്മിൽ രണ്ടാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാതെ മോശപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി പോകേണ്ടി വരും. അപ്പൊ നല്ല ഭക്ഷണം കഴിച്ച് നമ്മളെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ വന്നിരിക്കുന്നത്. എന്തോന്ന് പറയാനാണ് നിന്റെ അടുത്തൊക്കെ? നിനക്കൊക്കെ ഒരു മിനിമം ലോജിക്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് ഇതിനപ്പുറത്തോട്ടൊക്കെ ഇതിൽ കൂടുതൽ നല്ലപോലെ എങ്ങനെയാണ് നിന്റെ അടുത്തൊക്കെ പറയാനുള്ളത്? നിനക്കൊക്കെ പറ്റുമെങ്കിൽ കേട്, അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എടാ, എനിക്ക് ഇൻഡസ്ട്രി കമ്പനി കൊണ്ട് തന്നിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കണത്. എനിക്ക് ഈ സപ്രപഞ്ചത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുത്തരം കൊണ്ട് തരൂല. ഒരു പൊന്നുമോന്റെയും ചെലവിലല്ല ഞാൻ ജീവിക്കണം. ഞാൻ ജോലി ചെയ്തിട്ടാണ് ജീവിക്കണം. സ്വാഭാവികമായിട്ട് ഞാൻ ഒരു കൺസ്യൂമറാണ്. അങ്ങനെ ഒരു തെറ്റ് എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ നല്ലതെന്ന് പറഞ്ഞൊരു കമ്പനിയെ പറ്റിയിട്ട് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ അതെനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന കാരണങ്ങളുണ്ട്, ആ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലീഗലാണ് എന്ന് പറ. അത് നിയമപരമായിട്ട് ഇന്ന കാര്യങ്ങളിൽ അവർ ഫ്രോഡുലന്റ് പരിപാടികളാണ് കാണിക്കണേന്ന് പറ. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അല്ലാണ്ട് വന്നിട്ട് ഒരുമാതിരി ഇതുപോലെ ഗൂഗിൾ ചെയ്താൽ മതി, അവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്നാൽ ഇങ്ങനെ ഉള്ളവന്മാരടുത്തൊന്നും എനിക്കിനി മറുപടി പറയാനില്ല. എന്ന് വെച്ചാൽ ഈ ഒരു ചെവരിലേക്ക് നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ചെവർ എൻ്റെ അടുത്ത് തിരിച്ച് മറുപടിയൊന്നും പറയൂല. ഇത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ നിന്നെയൊക്കെ തഴയാണ്, ഇന്നത്തോടു കൂടി ഞാൻ തഴയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇത്രയും നേരം ഞാൻ സംസാരിച്ച നെഗറ്റീവ് കമന്റ് ഇട്ടവന്മാർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മറുപടി കമന്റ് ഞാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് മറുപടി ഇല്ല എന്നല്ല, നീ എന്ന മറുപടി അർഹിക്കുന്നില്ല എന്നാണ്. അല്ല, ഇപ്പൊ ഇന്ന കാര്യങ്ങൾ നീ പറഞ്ഞ മനസ്സിലായില്ല, അല്ലെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ തെറ്റാണ്, അത് നീ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് നീ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിവില്ലാത്തവനാണ്. പക്ഷെ എന്റെ പരിമിതമായ അറിവിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അല്ല, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നേ, എനിക്കെന്തോന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോകണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചത്. ബാക്കി നമുക്ക് MLM-ന്റെ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. മെയിൻ ടോപ്പിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ MLM എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇതിനെ പറ്റിയിട്ട് നല്ലത് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അതായത് ഈ മേഖലയിൽ വർക്ക് ചെയ്യാത്ത ഒരാളെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തിരഞ്ഞു പോയത്. ഫസ്റ്റ് കണ്ട ഒരു മുഖം എന്ന് പറയുന്നത് ഷാരിഖ് ഷംസുദ്ദീനാണ്. ഷാരിഖ് ഷംസുദ്ദീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പുള്ളിക്കാരനാണ് നമ്മുടെ കേരളത്തിൽ ഈ ട്രേഡിംഗ് കൾച്ചർ എന്ന് പറയുന്ന സാധനത്തിന് ഒരുപാട് പ്രചാരം ഉണ്ടാക്കി തന്നൊരു വ്യക്തി എന്ന് പറയുന്നത്. സത്യം, ഞാനും പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുകയൊക്കെ ചെയ്തത്. മാത്രമല്ല പുള്ളിക്കാരൻ്റെ സൗണ്ടായിട്ടൊരു ബിസിനസ് ഉണ്ട്, മാർക്കറ്റ് ഫീഡ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. മാത്രമല്ല പുള്ളിക്കാരന് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. പുള്ളിക്കാരൻ നല്ലൊരു ട്രേഡറാണ്, ആദ്യം നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു കമ്പനിയെ ന്യായീകരിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനൊരു മേഖലയെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും പുള്ളിക്കില്ല. പുള്ളി പറഞ്ഞ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കും. ആ വീഡിയോയ്ക്ക് അത് വെറും 16 മിനിറ്റ് കൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായ വിശദീകരണം തരുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള ടൈം ഫ്രെയിം മാത്രം ഞാൻ പറഞ്ഞു പോകാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടെ വീണ്ടും എടുത്ത് കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി കണ്ടാൽ മതി. അപ്പോൾ ആദ്യം ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3:43 എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിമിനും 6:40 എന്ന് പറയുന്ന ടൈം ഫ്രെയിമിനും ഇടയ്ക്കാണ് പറയുന്നത് എന്താണ് ഈ കൺസ്യൂമർ നെറ്റ്വർക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്യൂമേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് കാശുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മണി ചെയിൻ എന്താണ്, മണി ചെയിൻ ഇതാണ് നമ്മളെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ നിന്ന് പറ്റിക്കപ്പെട്ടവരെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു പറ്റിപ്പിൽ നിന്നാണ് ഈ MLM എന്ന് പറയുന്ന സ്കീമിന് ഒരു ഹേറ്റ് വന്നത്. അപ്പൊ അതിനുശേഷമാണ് പുള്ളിക്കാരൻ MLM-നെ പറ്റി സംസാരിക്കുന്നത്. MLM-നെ പറ്റി സംസാരിച്ച് തുടങ്ങുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 9:40 ആണ്. 9:40 എന്ന് പറഞ്ഞ ടൈം ഫ്രെയിമിനകത്ത് MLM-നെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ 2 പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്. ഒന്ന്, നേരത്തെ അഭിജിത്ത് പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് ആണ്. ഏതാണ്? അതായത് നമ്മുടെ നോർമൽ മണി ചെയിനകത്ത് ഇതിനെ MLM ആക്കാൻ വേണ്ടി വെറും ഒരു ഉടായ്പ പ്രോഡക്റ്റ് കൊണ്ട് വെക്കുക. പ്രോഡക്റ്റ് കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാൽ അത് MLM ആയി.
എന്നാൽ അത് കുറച്ച് നാളെ നിൽക്കും, അധികം നാൾ പോകില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനി RCM ആയാലും ഇൻഡസ്ട്രി ആയാലും റീപർച്ചേസ് എന്ന് പറയുന്ന പരിപാടി ഇതിനകത്ത് നടക്കുന്നതുകൊണ്ടാണ് ഈ കമ്പനിയെല്ലാം പിന്നെയും മുന്നോട്ട് പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാതെ അതിന് താഴോട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കമ്മീഷൻ കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു ഉഡായിപ്പ് പ്രോഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വെറുതെ ഒരു മണി ചെയിനെ MLM ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിന് റീപർച്ചേസ് വരില്ല. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, പ്രോഡക്റ്റിന് വേണ്ടി ആരും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റിന്റെ സെയിൽസ് ഇല്ലാതാവുമ്പോൾ കമ്പനിക്ക് ലാഭം ഉണ്ടാവില്ല. കമ്പനിക്ക് ലാഭം ഇല്ലാതാവുമ്പോഴത്തേക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഈ കമ്പനി കുറച്ച് നാൾ കഴിയുമ്പോൾ കൂട്ടും. പിന്നെ രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അതാണ് ജെന്യുവൻ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്, അഭിജിത്ത് പറയാതെ വിട്ട പെർസ്പെക്റ്റീവ്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയുണ്ടല്ലോ, ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള മേഖലയിൽ ഈ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് മണി ചെയിൻ്റെ ഈ ഒരു സ്കീമിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇതിനെ രണ്ടിനെ കൂടെ മെർജ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സമ്പ്രദായമാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു MLM, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ MLM സ്കീമിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് അതിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ഒരുപാട് സെയിൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു മാസം എങ്ങനെ പോലും ഒരു 100 പ്രോഡക്റ്റ് വെച്ച് സെയിൽസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 100 പ്രോഡക്റ്റിന് ഓരോ പ്രോഡക്റ്റിന് 50 രൂപ 500 രൂപ വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം എനിക്ക് 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി നോക്കുമ്പോൾ എൻ്റെ ഒരു അനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കൊളീഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആരെങ്കിലും ഒരാൾ ജോലി ഇല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനോട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവിടെ ഇന്നതുപോലെ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അപ്പോൾ എനിക്ക് അതിൽ നിന്ന് നല്ല മാന്യമായൊരു വരുമാനം കിട്ടുന്നുണ്ട്, നിനക്കും ഇതിനകത്ത് സെയിൽസിൽ കൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ജോയിൻ ചെയ്യും. അവനും ജോയിൻ ചെയ്തു, അവൻ നല്ല രീതിയിൽ സെയിൽസ് ചെയ്തു, അവനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവന് വരുമാനം ഉണ്ടാക്കുമ്പോഴത്തേക്കും അവന് അതിൻ്റെതായ പ്രോഫിറ്റും കിട്ടും. എന്നാൽ ഞാൻ കാരണമാണ് അവൻ ഇത് ജോയിൻ ചെയ്തത്, അവന്റെ വോളിയം ജനറേറ്റ് ആവാൻ കാരണം ഞാൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണല്ലോ. അവന് കിട്ടുന്ന ഒരു കമ്മീഷനിൽ നിന്ന് കമ്പനിക്ക് വന്ന ലാഭത്തിന്റെ ഒരു ചെറിയൊരു നിശ്ചിത ശതമാനം അത് എനിക്ക് കൂടെ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് MLM എന്ന് പറയുന്ന ഒരു സ്കീം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്താണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. MLM കമ്പനികളിൽ നിൽക്കുന്നവരെല്ലാവരും, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന വലിയ വലിയ എമൗണ്ടുകളാണ് നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രി പറയുന്നത് 2.5 ലക്ഷം രൂപ ആഴ്ചയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. 2.5 ലക്ഷം രൂപ എങ്ങനെ കിട്ടും? ഒരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തുകയാണ് 2.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. എങ്ങനെ കൊടുക്കും? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് വേറൊരു ഉത്തരം കിട്ടിയത്. അതായത് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിൽ, അതായത് നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങൂലേ, ആ ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു 100 രൂപ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി വാങ്ങുമ്പോൾ ആ സാധനം നമ്മൾ 100 രൂപ എടുത്ത് വാങ്ങുമല്ലോ. ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് 30 രൂപ ആവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ലോകത്ത് എക്കണോമിക്സിലുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങണത് അതിന്റെ 30% വാല്യൂ അതിനുള്ളൂ, ബാക്കി 70% എങ്ങോട്ട് പോകും. അതായത് 100 രൂപയുടെ പ്രോഡക്റ്റിന്റെ 70 രൂപ എങ്ങോട്ട് പോകും? ഈ 70 രൂപ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനിലക്കാരെന്ന് പറയും. അതായത് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് സ്റ്റോക്കിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ, നാഷണൽ ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങനെ പോയി കറങ്ങി പിന്നെ പല സോണുകളിലോട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആയി, അത് കഴിഞ്ഞിട്ട് ഹോൾസെയിലായി, റീറ്റെയിലായി. ഇതിനിടയിൽ കൂടെ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞുകൊണ്ട് മഹേന്ദ്ര സിംഗ് ധോണി വന്ന് പറഞ്ഞു കഴിഞ്ഞു. അയാള് പുണ്യം കിട്ടണോണ്ടല്ല ഈ സാധനം പറയുന്നത്, അയാൾക്ക് കോടികൾ കൊടുത്താലേ ഇത് പറയുള്ളൂ. ഞാൻ ഒരിക്കലും മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന പേര് പറഞ്ഞത് പുള്ളിക്കാരനുള്ള ഹേറ്റ് കൊണ്ടല്ല, ഞാൻ ഒരു വലിയൊരു ഫാനാണ്. എനിക്ക് പെട്ടെന്ന് വായിൽ വന്നത് മഹിബയുടെ പേരായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് പേര് അതിനേക്കാൾ പൈസ വാങ്ങി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ മഹിബായിക്ക് ഒരു ഹേറ്റ് വെക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഫാൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റായ ഉദ്ദേശത്തിലല്ല കേട്ടോ പറയും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വെറും തോന്നലാണ്. അപ്പൊ കമ്മിങ് ബാക്ക് ടു യുവർ പോയിന്റ്, അപ്പൊ ഇത് ഒരു പരസ്യക്കാരൻ പൈസ വാങ്ങിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ പൈസ പോലും പോകുന്നത് ഈ 70 രൂപയെന്നാണ്. അപ്പൊ സ്വാഭാവികമായി നമുക്ക് ഈ നമ്മൾ കൊടുക്കുന്ന 100ന്റെ 70 രൂപയും പോകുന്ന പലർക്കാണ്. ഇതേ രീതി നമ്മുടെ ഡയറക്റ്റ് സെയിൽസിൽ എടുത്തു കഴിഞ്ഞാൽ, MLM സ്കീമിൽ എടുത്തു കഴിഞ്ഞാൽ
ഇതേ 100 രൂപയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് 100 രൂപ കൊടുത്ത് തന്നെയാണ് വാങ്ങുന്നത്. പക്ഷേ നമ്മളത് ഈ മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് ആരെങ്കിലും കേട്ട് അത് അറിഞ്ഞ് വാങ്ങുന്നത് കൊണ്ട് ഇതിനിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ അല്ല നമ്മളെ കമ്പനി ഡയറക്റ്റ് ആണ് വാങ്ങുന്നത്. ഈ 70 രൂപ അവിടെ അവർ റീറ്റെയിൻ ചെയ്യും. ഇത് റീറ്റെയിൻ ചെയ്തതിന് ശേഷം അവർ ഇതിൽ നിന്ന് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൺസ്യൂമേഴ്സ് തന്നെയാണ്. അതായത് നമ്മൾ വാങ്ങി കഴിക്കുന്നവർ തന്നെയാണ്. ഈ വാങ്ങി കഴിക്കുന്നവർ അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഇത് വീതിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ ഒരു വലിയൊരു റെമ്യൂണറേഷൻ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇൻഡസ് വേക്ക് 2.5 ലക്ഷം രൂപ വരണമെന്നുണ്ടെങ്കിൽ 25,000 PV, അതായത് പോയിന്റ് വാല്യൂ എന്ന് പറയും. 25,000 പോയിന്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 1000 പ്രോഡക്റ്റ് ആണ്. 1000 പ്രോഡക്റ്റ് വെച്ചിട്ട് അവരുടെ 2 ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2.5 ലക്ഷം കിട്ടും. അപ്പോൾ 2000 പ്രോഡക്റ്റ് പോകണം. 2000 പ്രോഡക്റ്റിന് 3100 രൂപ വെച്ചിട്ടാണ് പോകേണ്ടത്. 3100 രൂപ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ 1, 10, 100, 1000, 15 ലക്ഷം, 10 ലക്ഷം, 62 ലക്ഷം രൂപയുടെ ടേൺ ഓവർ അവിടെ ജനറേറ്റ് ചെയ്യാണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ 2.5 ലക്ഷം തരുന്നത്. പക്ഷേ അപ്പൊ ഒരു ചോദ്യം വരാം, കുറച്ച് മേലോട്ട് വോളിയം പോയി കഴിഞ്ഞാൽ അതിന്റെ വരുമാനം പിന്നെ എങ്ങനെ കൊടുക്കും? ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ക്യാപ്പിംഗ് ഇടുന്നത്. ഈ 1000 പ്രോഡക്റ്റ് വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് പോകുന്നവന് എങ്ങനെ പോയി കഴിഞ്ഞാലും കുറച്ചെങ്കിലും ഇതിനകത്തുനിന്ന് ഫ്ലഷ് ഔട്ട് ആയിട്ട് പോകുന്ന, അതായത് ഈ ഒരു ലിമിറ്റിന് മേലോട്ട് പോകുന്ന ഒരു വോളിയം കാണും. ഈ വോളിയം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലാഭമാണ്. അപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ MLM കമ്പനികളിൽ ഇത്രയും വലിയ എമൗണ്ടുകൾ അവർ പറയുന്നത്. വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തായി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ MLM കമ്പനികളെ പ്രൊമോട്ട് ചെയ്യണം. ഈവൻ കേരളത്തിൽ പോലും നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് വരുന്നത് എന്തുകൊണ്ട്? ഈ MLMന്റെ ഉറവിടം എവിടെയാണ്? ഇപ്പോഴും അങ്ങനെ ഉള്ള കമ്പനികൾ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അത് ഒരു കമ്പൈൻ ചെയ്തിട്ട് ഒരു അടുത്തൊരു പാർട്ടായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ കുറേ ആയി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരോ അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന കാരണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് തിരുത്താനുള്ള പരിശ്രമം ഞാൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു പാർട്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം.